ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ, തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ, കാൽവരിയിലെ വിജയി നീയൻ കൈപിടിക്കണേ, കാൽവരിയിലെ വിജയി നീയൻ കൈപിടിക്കണേ, ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നതിന് സന്തോഷമുണ്ട്. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് നമുക്ക് 1 തെസ്സലോനിക്കർ അതിൻ്റെ 4-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കാം. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. മരിച്ചുപോയവർക്ക് എന്ത് സംഭവിക്കും കർത്താവിൻ്റെ വരവിങ്കൽ എന്ന് പറഞ്ഞതിന് ശേഷം ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, അപ്പോസ്തലനായ പൗലോസിന് കർത്താവിൻ്റെ വരവ് തൻ്റെ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കും എന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. കർത്താവിൻ്റെ വരവ് എത്രയും വേഗത്തിൽ സംഭവിക്കും, അഥവാ കർത്താവ് സഭയെ ചേർക്കാൻ വരുന്ന ആ വരവ് എല്ലാ വിശുദ്ധന്മാരും അവരുടെ ജീവിതകാലത്തിൽ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയോടും ഒരുക്കത്തോടും കൂടി ആയിരിക്കേണ്ടതാണ്. ഭാവിയിൽ എപ്പോഴോ സംഭവിക്കുന്ന ഒന്നല്ല. ഓരോ ദിവസവും നാം എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്, ഇന്ന് കർത്താവ് വരുവാൻ യാതൊരു തടസ്സവുമില്ല. അഥവാ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരുന്നതിന് യാതൊരു അടയാളവും ദൈവത്തിൽ പറയുന്നില്ല. എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാം. അപ്പോൾ ഏതൊരു കാലത്ത് ജീവിക്കുന്ന ദൈവപൈതലും കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയോടുകൂടി ജീവിക്കണം എന്നാണ്. ഇനി ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ഒരു റീയൂണിയൻ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒരു കൂടിച്ചേരൽ കാണാൻ സാധിക്കും. മരിച്ചു മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഒരു വിശുദ്ധന്മാർ, സഹവിശ്വാസികൾ, രക്ഷിക്കപ്പെട്ട ദന്തമിത്രാദികൾ, അവരും ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാരും ഒരുമിച്ച് കൂടുന്ന ഒരു മനോഹരമായ ദിവസമാണ് അന്ന് സംഭവിക്കുന്നത്. മരിച്ചുപോയവർ പുതിയ ശരീരത്തോടുകൂടി ഉയർത്തുന്നേറ്റ് വരുമ്പോൾ ജീവനോടുള്ളവർ രൂപാന്തരപ്പെടും. നാം 1 കൊരിന്ത്യർ 15:52 പൗലോസ് പറയുന്നുണ്ടല്ലോ, മരിച്ചവർ ഉയർക്കും, ജീവനുള്ളവർ രൂപാന്തരപ്പെടും. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് മർമ്മം പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. പൗലോസ് ഒരു മർമ്മം വെളിപ്പെടുത്തുകയാണ്. അതുവരെ മരിച്ച് ഉയർത്തുന്നേൽക്കിനെ കുറിച്ചാണ് പൊതുവെ ചിന്തിച്ചിരുന്നെങ്കിൽ പൗലോസ് പറയാണ്, ഇനി അത് മാത്രമല്ല, ദൈവം ഒരു മർമ്മം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. കർത്താവിൻ്റെ വരവിങ്കൽ ജീവനോടെ ശേഷിക്കുന്നവരായി നമുക്ക് രൂപാന്തരം ഉണ്ടാകും എന്ന് മാത്രമല്ല, ആ ജീവനോടെ ശേഷിക്കുന്നവരും മരിച്ചുപോയ വിശുദ്ധന്മാരുമെല്ലാം ഒന്നിച്ചു കൂടുന്ന ഒരു മനോഹര ദിവസമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടമാകാതെ അവരെ വീണ്ടും കാണുന്ന ഒരു സന്തോഷത്തിൻ്റെ സുദിനം, കർത്താവിനെ സ്വീകരിപ്പാൻ കർത്തൻ കാഹളനാദത്തിങ്കൽ ഒത്തുകൂടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നമുക്കായിട്ട് ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒത്തുകൂടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ ഉൽപ്രാപണം എന്ന വിഷയമാണ് പൗലോസ് പ്രതിപാദിപ്പിക്കുന്നത്. അവരോട് ഒരുമിച്ച് ആകാശത്തിൽ, നമ്മുടെ കർത്താവ് ആകാശ മേഘങ്ങളെ വാഹനമാക്കി സ്വർഗത്തിലേക്ക് പോയി. കർത്താവിനെ എതിരേൽപ്പാൻ, ഇവിടെ എതിരേൽക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം 2 ദിശയിൽ നിന്ന് വരുന്ന ആളുകൾ ഒരുമിച്ച്
കൂടുകയാണ്. ഒരു വലിയ പ്രധാനപ്പെട്ട വ്യക്തിയെ, ഒരു വിശിഷ്ട അതിഥിയെ, ഒരു വിശിഷ്ടനായ വ്യക്തിയെ സ്വീകരിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടുന്നതാണ് എതിരേൽക്കുക എന്ന് പറഞ്ഞാൽ. എതിരേൽക്കുക, കർത്താവിനെ, നമ്മുടെ പ്രാണപ്രിയനെ മണവാട്ടിയാകുന്ന സഭ എതിരേൽക്കുകയാണ്, സ്വീകരിക്കുകയാണ്. ആ മണവാളനാകുന്ന മഹാനായ മഹത്വവാനായ രാജാവിനെ, നമ്മുടെ പ്രാണപ്രിയനെ നാം എതിരേൽക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ മത്തായി 25 ആ കന്യകമാരുടെ ഉപമയിൽ അർദ്ധരാത്രിയിൽ മണവാളൻ വന്നു, അവനെ എതിരേൽക്കുക എന്നുള്ള ആർപ്പവിളി ഉണ്ടായതായിട്ടും നാം വായിക്കുന്നുണ്ട്. ബുദ്ധിയുള്ള കന്യമാര് വിളക്ക് തെളിയിച്ചുകൊണ്ട് മണവാളിനെ എതിരേൽപ്പാൻ പോയി. അവർ മണിയറയിൽ കടന്നു, വാതിലടച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ, അവർക്ക് എതിരേൽപ്പാൻ കഴിഞ്ഞില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിനെ സ്വീകരിപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. എതിരേൽക്കുക, കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുക എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് റാപ്ചർ. അഥവാ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യഥാർത്ഥമായ അർത്ഥം ശക്തി ഉപയോഗിച്ച് എടുത്തുകൊണ്ട് പോവുക എന്നാണ് യഥാർത്ഥമായിട്ട് പരിഭാഷപ്പെടുത്തേണ്ടത്. നമ്മുടെ കർത്താവിന് ആ ശക്തിയാൽ നമ്മെ രൂപാന്തരപ്പെടുത്തി എടുക്കപ്പെടുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഏലിയാവിനെ എടുത്തു, ഹാനോക്കിനെ എടുത്തു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് എടുക്കപ്പെട്ടു. ഇവിടെ ഇതാ കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുകയാണ്. ഭാവിയിൽ വെളിപ്പാട് 12 വരുമ്പോൾ അവിടെ ആ സ്ത്രീ പ്രസവിച്ച കുട്ടി ആകാശം എങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായി നാം വായിക്കുന്നുണ്ട്. കർത്താവ് നമ്മെ ശക്തിയാൽ ആ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എടുക്കപ്പെടും. ഒരു കണ്ണിമയ്ക്കുന്നതിന് നിമിഷ നേരത്തിനുള്ളിൽ അത് സംഭവിക്കും എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. അങ്ങനെ ഒരു റാപ്ചർ സംഭവിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2000 വർഷങ്ങളായി കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളുടെ എല്ലാം ആ വരവ്, ആമേൻ കർത്താവ് യേശു വരണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക്, അവിടുത്തെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവിടെ ലഭിക്കുന്നത് കാണാം. അതിനുശേഷം ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ ആശ്ചര്യമായി നാം കർത്താവിനെ കാണും. ഇന്ന് നാം ആത്മീയമായിട്ട് കർത്താവിനെ വിശ്വാസത്താൽ കാണുന്നു, അറിയുന്നു, അനുഭവിക്കുന്നെങ്കിൽ അന്ന് നാം അവനെ മുഖാമുഖമായിട്ട് കാണും. അവരുടെ ദാസന്മാർ കർത്താവിനെ കാണും. മാത്രമല്ല, കർത്താവിൻ്റെ കൂടെ ഇരിക്കും. അവിടുത്തെ ആശ്ചര്യ സാന്നിധ്യം അനുഭവിക്കും. കർത്താവിൻ്റെ ആഗ്രഹം അതായിരുന്നു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം കാണേണ്ടതെന്ന്, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് നാം യോഹന്നാൻ 17 കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ കാണുന്നു. ആ പ്രാർത്ഥനയ്ക്ക് അവിടെ ഉത്തരം നൽകുകയാണ്. കർത്താവിൻ്റെ മഹത്വം നാം കാണാൻ പോവുക. കർത്താവിൻ്റെ മഹത്വം കണ്ട് നാം അവനോടുകൂടെ ഇരിക്കുമ്പോഴാണ്, ഇങ്ങനെയുള്ള ഒരു കർത്താവിനെയാണല്ലോ നമുക്ക് സേവിക്കാൻ കഴിഞ്ഞത്, ഇങ്ങനെ ഒരു കർത്താവിനെയാണല്ലോ നമുക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞതെന്ന് ഓർത്ത് നാം സന്തോഷിക്കും. രാജാവിനെ അവൻ്റെ മഹത്വത്തിൽ കാണുമ്പോൾ, ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമുക്കറിയാം, ഞൊടി നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടങ്ങളെല്ലാം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിത്യതേജസ്സിൻ്റെ ആ ചെറിയൊരു അളവ് അനുഭവിക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളെല്ലാം മാറിപ്പോകും, ദുഃഖങ്ങളെല്ലാം നീങ്ങിപ്പോകും, കണ്ണുനീരെല്ലാം മാറിപ്പോകും, നിത്യാനന്ദമുള്ളവരായിട്ട് നാം തീരും. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എന്നേക്കും വരിക്കുക. പൗലോസ് പറയുകയാണ്, ഈ വചനം, ഈ കർത്താവ് വന്ന് നമ്മെ ചേർക്കുന്ന ഈ വചനം നിങ്ങൾ ധ്യാനിക്കണം, ഈ വചനം നിങ്ങൾ ഹൃദയത്തിൽ കരുതണം. മാത്രമല്ല അന്യോന്യം ആശ്വസിപ്പിക്കണം. ഈ വചനങ്ങൾ കൊണ്ട് മറ്റുള്ളവർ പറയണം, കർത്താവ് വരും, നമ്മുടെ ദുഃഖങ്ങളും കണ്ണുനീരും എല്ലാം മാറും, നമുക്ക് രൂപാന്തരം സംഭവിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചവരെല്ലാം ഉയർക്കും, നമുക്കൊരു കർത്താവിനോടൊപ്പം എന്നേക്കും ആയിരിക്കാൻ കഴിയും, അവിടുത്തെ കാന്തിയായി എന്നേക്കും ആയിരിക്കാൻ കഴിയും. അത് നമ്മെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും അവിടുത്തെ വരവനായിട്ട് ഒരുങ്ങുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. ഈ വചനങ്ങളെ കൊണ്ട് നമുക്ക് അന്യോന്യം ആശ്വസിപ്പിക്കാം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും,
ശരിക്കു തീരുമെന്നു മാത്രമെൻ വിഷാദങ്ങൾ, ശരിക്കു തീരുമെന്നു മാത്രമെൻ വിഷാദങ്ങൾ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ.